സിമ്പിൾ ഡിസൈൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക്. ദിസ് ഈസ് ഫിർദൗസ് റംസാൻ, യുവർ ക്രിയേറ്റീവ് ട്രെയിനർ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ നമ്മളൊരു ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡോക്യുമെന്റിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് റൂളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ജസ്റ്റ് ഒരു പേപ്പറിൽ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു അസൈൻമെന്റ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പേപ്പറിൽ ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ ഒരു ബ്ലാങ്ക് പേപ്പർ ആണെങ്കിൽ നമ്മളതിൽ ബോർഡർ വരച്ചിരിക്കും. ആ ബോർഡർ എന്തിനാണ് നമ്മൾ വരക്കുന്നത്? അത് നല്ല നീറ്റായിട്ട് വരാനാണ് ആ ബോർഡർ വരക്കുന്നത്. ആ ബോർഡറിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി അവസാനം വൃത്തികേടാവാതെ രീതിയിലാവണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഇവിടെയും ചെയ്തിരിക്കണം. നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബോർഡർ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് ഇവിടെ നമുക്ക് റൂളേഴ്സ് എന്ന് പറയാം. ആ റൂളേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വർക്കിലേക്ക് പോകാൻ പാടുള്ളൂ. റൂളർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ്, ഈ ഒരു ഡിസൈൻ ആവശ്യമായിട്ടുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലോഗോ കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ എടുത്തു വെക്കാം. ഇവിടെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടന്റ്സ് ആണ്, കമ്പനി ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഡിസൈനാക്കി മാറ്റാൻ പോകുന്നത്. ദെൻ നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടന്റ് നമ്മൾ ആദ്യം കൃത്യമായി വായിച്ച് നോക്കുക. ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും അതിനൊരു ക്യാപ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ക്യാപ്ഷൻ കൃത്യമായി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാൻ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇവിടുന്ന് ഞാൻ എൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഫോട്ടോ ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാണ്. ഇമേജ് കൂടി നമുക്കിതിലേക്ക് കൊണ്ടുവരാനുണ്ട്. അത് നമ്മുടെ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ 2 ലോഗോസ് വെച്ചിട്ടുണ്ട്. ഒന്ന് കമ്പനിയുടെ വൈറ്റ് കളറിലുള്ള ലോഗോ, മറ്റൊന്ന് കമ്പനിയുടെ ബ്രാൻഡ് കളറിലുള്ള ലോഗോ. ആദ്യം ഞാൻ ഈ ലോഗോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാണ്. ദെൻ എനിക്ക് 2 മൊബൈൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ ഞാൻ ഏകദേശം ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാണ്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അഡ്രസ്, അതുപോലെ മെയിൽ അഡ്രസ്, ദെൻ വെബ്സൈറ്റ് അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3 ലെയറും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് പ്ലേസ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതിലിനിയും നമുക്ക് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് ഫോണ്ട് സെലക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട്. മൊബൈൽ നമ്പർ, അതുപോലെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ്, ദെൻ ലോഗോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പാക്കി വെക്കണം. അതിനൊരു പേര്, ഒരു നെയിം ഞാൻ കൊടുക്കാം. ഫൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് നെയിം ചെയ്യാം. അതൊരു ഗ്രൂപ്പായിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു. ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ താഴെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഗോ കാര്യങ്ങൾ, അതായത് കമ്പനി ഡീറ്റെയിൽസ്, അതിനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് ആദ്യം മാറ്റാനാണ് ഞാൻ പോകുന്നത്. അതായത് ഒരു ഫൂട്ടർ ഡിസൈൻ, നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫൂട്ടർ ഡിസൈൻ ചെയ്യും. അതുപോലെ അതെന്നും ആ ഫൂട്ടർ ഡിസൈൻ ആയിരിക്കും പിന്നെ ആ കമ്പനി വെബ്സൈറ്റിൽ എപ്പോഴും ഉണ്ടാവുക. എന്നതുപോലെ നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആ കമ്പനിക്ക് വേണ്ടി നമ്മളൊരു ഫൂട്ടർ ആദ്യം ഡിസൈൻ ചെയ്യാം. റൗണ്ടഡ് റെക്ടാങ്കുലർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഞാനിവിടെ വരച്ചു കൊടുക്കുകയാണ്. ദെൻ ആ ഷേപ്പ് താഴെ ഇട്ട് കൊടുക്കാം. താൽക്കാലികമായി ഞാനൊരു കളർ ഇവിടെ കൊടുക്കുകയാണ്. അതിൻ്റെ റൗണ്ട്നെസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതിനൊരു കളർ എനിക്ക് ചൂസ് ചെയ്യണം. ഇവിടെ ലോഗോ ഐക്കൺ ഉണ്ട്. ആ ലോഗോ ഐക്കണിൻ്റെ ബ്രാൻഡ് കളർ തന്നെ ഞാൻ ഈ ഷേപ്പിന് പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ, ടെക്സ്റ്റ് കണ്ടന്റിൻ്റെയൊക്കെ കളർ ഞാൻ വൈറ്റ് ആക്കി. ഇപ്പോഴാണ് അത് കാണാൻ കുറച്ചുകൂടി അട്രാക്ഷൻ വന്നിട്ടുള്ളത്. സോ ദെൻ ഞാൻ അതൊന്ന് അലൈൻ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ലോഗോ കുറച്ചുകൂടി അലൈൻ ചെയ്തൊന്ന് നീറ്റാക്കണം. അതുകൂടി ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഏരിയയിൽ കാണുന്ന ഇത്തിരി ലേയേഴ്സിന് ഞാൻ ഒരല്പം പിന്നോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ദെൻ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഷേപ്പിന് ഞാൻ കുറച്ച് പിന്നിലോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്. താഴെ ഈ ഫൂട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അഡ്രസ്സ്, ഇതിനെല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനൊരു ഫോണ്ട് കൊടുക്കാൻ പോകും. ഈ ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മളൊരു ഫോണ്ട് ചൂസ് ചെയ്യുക. ആ ഫോണ്ട് തന്നെ എപ്പോഴും ആ ബ്രാൻഡിന് യൂസ് ചെയ്യുക. ഫോണ്ടുകൾ ഒരുപാട് മാറി യൂസ് ചെയ്യാതിരിക്കുക. ഫോണ്ട് മാറുന്നതിനനുസരിച്ച് നമ്മൾ അലൈൻ ചെയ്യുന്നതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ വീണ്ടും ഒന്ന് അലൈൻ ചെയ്ത് നീറ്റാക്കുക. ഫോണ്ടിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ നോർമലി കുറച്ച് ബോൾഡ് ആക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ചൊന്ന് ബോൾഡ് ആക്കാം നമുക്ക്. ഇപ്പോൾ കാണാൻ കുറച്ച് നീറ്റായിട്ടുണ്ട്. ഇനി ഈ ലോഗോയിൽ നിന്ന് ഫൂട്ടറിലേക്ക് ഉള്ള അകലം ഒരല്പം കൂടുതലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കൊടുത്തിരിക്കുന്ന ഫൂട്ടർ ഡിസൈനിന് കൊടുത്ത ഷേപ്പ് ഞാൻ ഒരു കോപ്പി എടുത്തു. ഓക്കെ, ആ കോപ്പി എടുത്തതിൻ്റെ കളർ ഞാൻ ഈ ലോഗോയിലുള്ള ഈ ഓറഞ്ച് പിക്ക് ചെയ്തെടുത്തു. അതൊരല്പം ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഡിഫറൻസ് കണ്ടോളൂ. വീണ്ടും ഒരു കോപ്പി എടുത്തു. അതിൽ ഒരു കളർ കൂടി ചൂസ് ചെയ്തു. അല്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നേരത്തെ നമുക്ക് ഈ ഒരു ഔട്ടാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു ചെറിയൊരു
ഡിസൈൻ, വളരെ ചെറിയൊരു ഡിസൈൻ ഞാൻ അവിടെ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഫൂട്ടർ കാണാൻ കുറച്ചുകൂടി നീറ്റായി, കുറച്ച് ഭംഗിയായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫൂട്ടറിനെ ലോഗോൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കണം, എന്നാലും കുറച്ചുകൂടി നീറ്റ് ആവുള്ളൂ. അതിനുശേഷം മൊബൈൽ നമ്പറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻമെൻറ്റ് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. അലൈൻമെൻറ്റ് എത്രത്തോളം നന്നാവുന്നോ അത്രത്തോളം നമ്മളെ വർക്ക് നന്നാവും. വർക്ക് കാണാൻ നീറ്റ് ആവും, എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അല്ലാത്ത പക്ഷം ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഫീൽ ചെയ്യില്ല, അപ്പോൾ തന്നെ അത് റിജക്ഷന് ചാൻസ് കൂടും. ഞാൻ ഇവിടെ ഒരു ചെറിയ ഷേപ്പ് വരച്ചു, ഒരു കളർ കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നീറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഡിസൈൻ നമുക്കിപ്പോൾ കിട്ടി. ഈ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഡിസൈൻ്റെ ആ ഒരു ഫോട്ടോ ഏരിയ വളരെ നീറ്റായി, വളരെ സിമ്പിളായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കണ്ടന്റുകൾ കിട്ടിയിട്ടുണ്ട്. കണ്ടന്റുകളെ വളരെ നല്ല നീറ്റായി ഇതിനൊന്ന് പ്ലേസ് ചെയ്യണം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ലെയറിനെ ഒരല്പം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഈ കോപ്പിയിൽ ആദ്യത്തെ ലൈൻ, അതായത് നമ്മുടെ മെയിൻ ക്യാപ്ഷൻ, ഈ മെയിൻ ക്യാപ്ഷൻ മാത്രം ഞാനൊരു ലെയറാക്കി മാറ്റി. ആ ക്യാപ്ഷൻ മലയാളത്തിലാണുള്ളത്, അതുകൊണ്ട് ഒരു മലയാളം ഫോണ്ട് നമ്മളവിടെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നല്ലൊരു മലയാളം ഫോണ്ട് നമ്മളിവിടെ ചൂസ് ചെയ്യാം. ഒരല്പം വലുപ്പം നമ്മളതിന് കൊടുക്കുക. അതിനുശേഷം വിദേശത്തൊരു ജോലി ഇനി വിദൂരമല്ല, ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഞാനത് 2 ലൈൻ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന കണ്ടന്റിൽ നിന്ന് വീണ്ടും ഒരു കോപ്പി എടുക്കുക. അവർ റിക്രൂട്ട്മെന്റ്സ് എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹെഡിങ് മാത്രം അതൊരു ലെയറാക്കി മാറ്റി അവിടെ വെക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന 6 പോയിന്റുകളാണ്, പോയിന്റുകളായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്യണം. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടന്റിൽ നിന്ന് വീണ്ടും ഒന്ന് കോപ്പി എടുക്കേണ്ടതായിട്ട് വരും. ഞാൻ അവിടെ നിന്ന് വീണ്ടും കോപ്പി അടിച്ചു. അതിനുശേഷം ഇതിൽ പ്ലേസ് ചെയ്തിട്ട് ആദ്യത്തെ പോയിന്റ് മാത്രം ഞാൻ അവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഒരല്പം താഴെ വെക്കും, ഇതിൽ വീണ്ടും പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് മാത്രം അതിൽ കൊടുക്കുക, വീണ്ടും കോപ്പി എടുക്കുക, അല്പം താഴത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൽ പേസ്റ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ പോയിന്റ് മാത്രം കൊടുക്കുക. എല്ലാം ഈ 6 പോയിന്റുകളും നമ്മൾ ഇത് ചെയ്യുക, കോപ്പി എടുത്ത് ഓരോ ലെയറുകളാക്കി പ്ലേസ് ചെയ്ത് വെക്കുക. നമ്മളത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റിനെ വളരെ നീറ്റായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം, എല്ലാ ലെയറുകളും ആദ്യം ഹൈഡ് ചെയ്യുക, നമ്മുടെ കണ്ടന്റുകളെല്ലാം ഹൈഡ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള മെയിൻ ടെക്സ്റ്റ് കണ്ടന്റ് ഓൺ ചെയ്യുക, ഒരല്പം താഴത്തേക്ക് മാറ്റി വെക്കും. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിൽ ആദ്യത്തെ വേർഡ് അത് മാത്രം ഞാനൊരു ലെയറാക്കും, വീണ്ടും ഒരു കോപ്പി എടുക്കുക. രണ്ടാമത്തെ വേർഡ് ഒരു ലെയറാക്കും. മൂന്നാമത്തെ 2 വേർഡുകൾ ഞാൻ ഒരു ലെയറാക്കും. ദെൻ ജോലി എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം വലുപ്പം ഞാൻ കൊടുക്കുകയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ അതിന് ഞാൻ വലുപ്പം കൊടുക്കുകയാണ്. അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് നീറ്റാക്കുക, വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്യുക. പ്ലേസ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റിനേക്കാൾ ഇപ്പോൾ ഈ ടെക്സ്റ്റ് കാണുമ്പോൾ വളരെ നീറ്റായിട്ടും വളരെ അട്രാക്റ്റീവായിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. നേരത്തെ ജസ്റ്റ് ഈ 2 ലൈൻ മാത്രമാക്കിയിട്ട് നമ്മൾ വെച്ചതുകൊണ്ട് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിത് ഒരല്പം വലുപ്പം കൂട്ടിയിട്ട് ഏകദേശം ഇവിടെ പ്ലേസ് ചെയ്യാം. അടുത്ത ടെക്സ്റ്റ് കണ്ടന്റിലേക്ക് നമുക്ക് വരാം. നമുക്കൊന്ന് പ്ലേസ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട്. അതിന് ഫോണ്ട് ചൂസ് ചെയ്യാം. നമുക്ക് ഫോണ്ട് നമ്മൾ പോപ്പിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ പോപ്പിൻസ് തന്നെ ഇവിടെയും ചൂസ് ചെയ്യാം. സെമി ബോൾഡ് കൊടുക്കാം, ഒരല്പം അതിന് വലുപ്പം കൂട്ടി കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 7 പോയിന്റ്സിലേക്ക് വരാം. പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ സെലക്ട് ചെയ്യാം. പോയിന്റ് കൂടി വളരെ നീറ്റായി വളരെ നല്ല രീതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ ലെയറുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പോപ്പിൻസ് തന്നെ ചൂസ് ചെയ്യുക. ഫോണ്ട് പലതരം ഫോണ്ടുകൾ കൊടുക്കരുത്, ഞാൻ റിപ്പീറ്റ് ചെയ്യണം, പലതരം ഫോണ്ടുകൾ കൊടുക്കരുത്. നമ്മൾ ഒരു ഫോണ്ട് യൂസ് ചെയ്താൽ എല്ലാത്തിനും ഒരു ഫോണ്ട് ആയിരിക്കണം. അപ്പോൾ മലയാളമൊക്കെ വരുന്ന സമയത്ത് ഒരു ഫോണ്ട് മലയാളം വേറെ ഒരു ഫോണ്ടായിരിക്കും, ഇംഗ്ലീഷ് വേറെ ഫോണ്ടായിരിക്കും, നോ ഇഷ്യൂ. ബട്ട് ഇംഗ്ലീഷ് വരുന്ന ഏരിയയിലൊക്കെ എല്ലാം ഒരു ഫോണ്ട് തന്നെ ചൂസ് ചെയ്യുക. ഫോണ്ട് മാറ്റിയപ്പോൾ തന്നെ കുറച്ച് ഒരു നീറ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ലെയറുകളൊക്കെ ഹൈഡ് ചെയ്യാണ്. ഒന്നാമത്തെ പോയിന്റ് അവിടെ ഓക്കെയാണ്, വളരെ ചെറിയൊരു വേർഡാണ്, കുഴപ്പമില്ല. രണ്ടാമത്തെ പോയിന്റും കുഴപ്പമില്ല. മൂന്നാമത്തെ പോയിന്റ് മുതൽ 2 ലൈനായിട്ട് സെറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒന്ന് നീറ്റായിട്ടുണ്ട്. കുറച്ചുകൂടി ഇത് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് അലൈൻ ചെയ്ത് നീറ്റാക്കി എടുക്കുക. മെഡിക്കൽ ഒന്നാമത്തെ പോയിന്റിൽ സൂം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് ഒരല്പം അഡ്ജസ്റ്റ് ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം പിന്നീടുള്ളതെല്ലാം ആ ഒരു അലൈൻമെന്റിൽ തന്നെ നല്ല ഭംഗിയായിട്ട് പ്ലേസ് ചെയ്ത് കൊണ്ടുപോവുക. നീറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയും ലെയേഴ്സ്, അതായത് ഈ പോയിന്റ്സ് മുഴുവൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പിനെ അല്പം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാനൊരു എലിപ്സ് ടൂൾ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ബുള്ളറ്റ് ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അത് എല്ലാ പോയിന്റിനും കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. നോക്കി ഇപ്പോൾ അത്യാവശ്യം ഡിസൈൻ കാണാൻ നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഭംഗിയായിട്ട് നല്ലൊരു നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് കണ്ടന്റുകളൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഡിസൈൻ ആവശ്യമായിട്ടുണ്ട്, അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. റൗണ്ടഡ് റെക്റ്റാങ്കുലർ ടൂൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റൗണ്ട്നെസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് താൽക്കാലികമായി ഒരു കളർ ചൂസ് ചെയ്യാം. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത് വലുപ്പമൊക്കെ കൂട്ടി നല്ല നീറ്റായിട്ട് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം ലെയറിൻ്റെ ഒരു കോപ്പി കൂടി ഞാൻ എടുക്കുകയാണ്. അതിനൊരല്പം ചെറുതാക്കാം. നമുക്ക് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം.
ഞാൻ ഇതിനെ രണ്ടിനും സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഗ്രൂപ്പ് ആക്കുകയാണ്. ഇനി എനിക്കൊരു ഇമേജ് ഇവിടെ ആവശ്യമായിട്ട് വരും. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇമേജ് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ദെൻ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാം. നമുക്ക് അത് ഈ ഗ്രൂപ്പിലേക്ക് മാസ്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വലുപ്പമൊക്കെ കൊടുത്ത് ആ ഇമേജ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഡിസൈൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഡിസൈൻ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടി. ഇവിടെ ഇനി ഞാനൊരു കാര്യം കൂടി ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനും. ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. സോ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഷേപ്സിൽ ബിഗ് ആയിട്ടുള്ള ഈ ഷേപ്പിന് ഞാൻ കോപ്പി എടുക്കുകയാണ്. ആ കോപ്പി എടുത്തതിന് ശേഷം ഇതിനെ ഈ ഗ്രൂപ്പിൻ്റെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ഇമേജിൻ്റെയൊക്കെ ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വെക്കുക. അപ്പോൾ ഇമേജ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ആ ടോപ്പിൽ ആ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതിവിടെ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് കൗണ്ടർ ടെക്നോളജി ടൂൾ, ഈ ഒരു ഏരിയയിലുള്ള ഈ ടൂളിൽ ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. കളർ ഇവിടെ ഫില്ലിൽ കളർ കൊടുത്തിട്ടുണ്ട്, സ്ട്രോക്കിൽ കളർ കൊടുത്തിട്ടില്ല, സ്ട്രോക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ല് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് ഞാനിവിടെ ഓൺ ചെയ്ത് കൊടുക്കും. ഈ സ്ട്രോക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരല്പം ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എലമെൻറ്റിൻ്റെ സ്ട്രോക്കിൻ്റെ പിക്സലൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ കുറച്ചുകൂടി നീറ്റായിട്ട് നല്ലൊരു ഭംഗിയിൽ നമുക്ക് കാണാൻ ഫീൽ ചെയ്യും. അതിനുശേഷം ചെയ്യാൻ പോകുന്നത് എല്ലാ ഇമേജിനും ഷേപ്പിനും എല്ലാം ഞാനൊന്ന് സെലക്ട് ചെയ്ത് ഗ്രൂപ്പാക്കി. ഇനി എനിക്ക് വേണ്ടത്, ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാവും ഇതിന്. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് വന്നിട്ട് ഞാൻ ഇവരുടെ തന്നെ ബ്രാൻഡ് കളർ ഞാൻ പിക്ക് ചെയ്തെടുത്തു. നമുക്ക് കുറേ പ്രശ്നങ്ങളോട് വന്നിട്ടുണ്ട്. ടെക്സ്റ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ലോഗോ കാണുന്നില്ല, ഇതൊന്നും വിസിബിൾ ആകുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാം, വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നേ. നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റ് എവിടെയാണ്, ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിലേക്ക് പോവുക. അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ കളർ മാറുന്നതായിരിക്കും. അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ മാറും. ഇനി നമുക്ക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ലോഗോയിലാണ്. നമ്മുടെ ലോഗോയുടെ ഗ്രൂപ്പിലേക്ക് വരാം. ആ ഗ്രൂപ്പിൽ 2 ലോഗോസ് ഉണ്ട്, ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് ഹൈഡ് ചെയ്തിട്ട് വൈറ്റ് ഓൺ ചെയ്യുക. വളരെ നീറ്റായി, വളരെ അട്രാക്റ്റീവായി, വളരെ സിമ്പിൾ ഡിസൈനാണ്, നല്ല അട്രാക്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്, ഈ നേരത്തെ കൊടുത്ത ഫൂട്ടറിന് നമ്മൾ ഈ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്. അതുകൊണ്ട് ആ ഫൂട്ടർ ഇപ്പോൾ കാണുന്നില്ല, വിസിബിൾ ആവുന്നില്ല. അപ്പോൾ ഫൂട്ടറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ആ പ്രശ്നം സോൾവ് ആവുന്നതാണ്. ഫൂട്ടറിൻ്റെ കളർ ഞാൻ വൈറ്റ് കൊടുക്കാം. കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കാര്യങ്ങളൊന്നും കാണാതെ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വളരെ നീറ്റായി. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം. ഈ ഡിസൈൻ ഒന്ന് നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാം. ഞാനിവിടെ ജോലി എന്നുള്ള വേർഡ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ആ ജോലി എന്നുള്ള വേർഡ് ഒന്ന് ഹൈലൈറ്റ് ആയി. ഫൈനലി ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ കഴിഞ്ഞു. നമുക്കതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇമേജിൽ വരിക. ആ ഇമേജ് ഇവിടെ ഞാൻ മാസ്ക് ചെയ്തിരിക്കുന്ന ആ ഇമേജിൻ്റെ ഒരു കോപ്പി എടുക്കുക. ആ ഇമേജ് ഏറ്റവും താഴെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ലെയറിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുക. കുറച്ച് ചേഞ്ചസ് അതിന് വരുത്തുക. അതിന് അല്പം വലുപ്പമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ട്. ഈ ബ്ലെൻഡിങ് ഓപ്ഷനിൽ മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നീറ്റായി. ഇതിൽ വേറൊരു കാര്യമുണ്ട്, നമുക്ക് 2 ഇമേജ് വരുന്നുണ്ട്. 2 ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട് എങ്കിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ചെറിയൊരു കാര്യം ചെയ്താൽ മതി. ബ്ലർ ഓപ്ഷനിൽ ജസ്റ്റ് ഗോഷൻ ബ്ലർ അങ്ങ് കൊടുക്കുക. ഈ രീതിയിൽ കുറച്ച് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ നല്ല അട്രാക്റ്റീവായ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.